ചാറും കൂടെ ഇങ്ങനെ കുഴക്കണം നന്നായിട്ട്. എന്നിട്ട് എന്നാ ചെയ്യണമെന്നറിയോ? ഒരു കഷ്ണം ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് അതിനകത്ത് വെക്കണം. ഇതിനകത്ത് വെക്കണം. എന്നിട്ട് ഇങ്ങനെ ആരും കാണാതെ എടുത്തിട്ട് വെച്ചിട്ട് അതങ്ങ് എടുത്തിട്ട് അമ്മച്ചി എന്തോ എന്നാ ചെയ്യണ്ടേ? ഇന്നൊരു മീൻകറി വെക്കുവാണ്. മീൻകറി കോട്ടയം സ്റ്റൈൽ ഒരു മീൻകറി. കോട്ടയം സ്റ്റൈൽ മീൻകറി, കൊടംപുളി ഇട്ട മീൻകറി. കോട്ടയം സ്റ്റൈൽ കൊടംപുളി ഇട്ട മീൻകറി. അതെ അതെ, കോട്ടയം സ്റ്റൈൽ കൊടംപുളി ഇട്ട മീൻകറി. അതെ. എന്ത് മീനാ മേടിച്ചിരിക്കുന്നത്? ഇത് മോതയാണ്. മോത. നെയ്മീൻ കിട്ടിയില്ല പോയിട്ട്, അതാണ് മോത മേടിച്ചു. മോത 1/2 കിലോ മോതയാണ്. മോതയാകുമ്പോൾ കുറച്ച് നല്ല പീസായിട്ട് കിട്ടും. അതെ. മീൻ കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട് പച്ചക്ക്. ഇനി കറിയാക്കുമ്പോ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. അപ്പൊ നമുക്ക് മീൻകറി ഉണ്ടാക്കാം അല്ലേ? അതെ. ഈ കൊടംപുളിയിട്ട മീൻകറിക്ക്, കോട്ടയം സ്റ്റൈൽ മീൻകറിക്ക് എന്തൊക്കെയാ വേറെ പ്രത്യേകതകൾ? ചേരുവകൾ അങ്ങനെയല്ല, നമ്മൾ സാധാ ചേർക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് വഴറ്റിയത്, ഉലുവ, അങ്ങനെയൊക്കെ എല്ലാമാണ് ചേർക്കുന്നത്. പിന്നെ ചില്ലി പൗഡർ ആണെങ്കിലും കാശ്മീരി ഒരു 2 ഭാഗം, അല്ലാത്ത റെഡ് ചില്ലി 1 ഭാഗം, അങ്ങനെയാണ് എടുക്കുന്നത്. ആ അനുപാതത്തിലാണ് എടുക്കുന്നത്. അതെ. നമുക്ക് തുടങ്ങിയേക്കാം അല്ലേ? തുടങ്ങാം. സ്റ്റവ് എത്തിക്കട്ടെ? ഓക്കെ. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇപ്പം നമുക്ക് എണ്ണ ചൂടായിട്ട് കടുക് പൊട്ടിക്കണം. കടുകൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? അമ്മച്ചിക്ക് ഈ മോത കറി വെക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. മോത നെയ്മീനും എല്ലാം വെക്കും. എല്ലാ മീനും വെക്കും. പിന്നെ ചെതുമ്പലുള്ള മീനുകൾ, അതാണ് ഏറ്റവും ഗുണമുള്ളത്. ഇത് പിന്നെ ഒരു ഷോയൊക്കെ കാണാനും പിള്ളേർക്കൊക്കെ ഇഷ്ടം. ഏറ്റവും നല്ലത് മത്തിയാണ്. അതിൻ്റെ മുള്ളു വരെ കടിച്ചു ചവച്ചിട്ട് നമ്മുടെ പല്ലിനും നഖത്തിനും എല്ലിനും എല്ലാം നല്ലതാണ്. അതാണ് ഈ ചെറുമീനുകളാണ് എപ്പോഴും നല്ലത്. ചൂട അങ്ങനെയുള്ള കഴിക്കാനും കാണാനും ഒക്കെ ഒരു രസം. അത്രേ ഉള്ളൂ. പിന്നെ ആ കൊടംപുളിയൊക്കെ ഇട്ട് വെച്ച് കഴിയുമ്പോൾ ഒരു പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു നല്ലൊരു പരുവാകുമല്ലോ. ഒരു നല്ല പുളിയൊക്കെ ഇറങ്ങി എരിവൊക്കെ പിടിച്ച്. പണ്ടൊക്കെ കല്യാണത്തിനൊക്കെ മീനൊക്കെ കറി വെക്കുന്ന 2 ദിവസം മുന്നേ കറി വെച്ച് വെക്കും. അതൊരു ചടങ്ങായിരുന്നു. മീൻ പറ്റിക്കുക എന്നാ പറയുന്നത്. കല്യാണത്തിന്റെ ചടങ്ങാണ്. അതാണ് ഏറ്റവും ആദ്യത്തെ ചടങ്ങ്. അതിന് പിന്നെ പേരമ്മമാരോ അപ്പൻ്റെ പെങ്ങന്മാരോ ഇളയത്തുങ്ങളൊക്കെ വരും. ചേട്ടത്തിമാരെല്ലാം കൂടെ വന്ന് വലിയച്ചട്ടിക്കകത്ത് പലരുമായിട്ട് ആലോചിച്ചു. പക്ഷെ അവർക്കറിയാമായിരിക്കും. എന്നാലും അതിൻ്റെ ഒരു ചടങ്ങെന്ന് പറയുമ്പോൾ 2-3 പേര് കൂടി അഭിപ്രായം പറഞ്ഞ് അയലക്കം കാര്യമൊക്കെ ഒന്ന് കൂടി ഇതിൻ്റെ അതാണ് ഒരു ചടങ്ങാണ് മീൻ പറ്റിക്കുക എന്നുള്ളത്. ഇപ്പൊ ആ ചടങ്ങൊന്നും ഇല്ല. എണ്ണ ചൂടായിട്ടുണ്ട്. ഉലുവ ഇട്ടു. ഇനിയിപ്പം വെളുത്തുള്ളി, ഇഞ്ചി. വെളുത്തുള്ളി 1 കുടം, ഇഞ്ചി ഒരു കുറച്ച് ഒരു വലിയ കഷ്ണം എടുത്തേക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞു. ചതച്ചോ അരച്ചൊക്കെ ഇട്ടാ പേസ്റ്റാക്കി ഇട്ടാൽ കാണാനൊന്നുമില്ല. പക്ഷെ ഇത് ചുമ്മാ ഒന്ന് കാണാമല്ലോ രസത്തിന്. അതുകൊണ്ട് ഒരു വെറൈറ്റി നമുക്ക് വേണേൽ പേസ്റ്റാക്കി ചെയ്യുകയും ചെയ്യാം. അതെ, വെളുത്തുള്ളിയൊക്കെ ഒന്ന് മടിച്ച് കിടക്കട്ടെ. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3-4 കൊമ്പൻമുളക് നമുക്കിതിലേക്ക് കീറിയിടാം. ഇനി ചുവന്നുള്ളി. ചുവന്നുള്ളി ഇത് മുഴുവൻ വേണ്ട, ഇത് കുറച്ച് ഒരു 2 സ്പൂണ്. കാരണം നമുക്ക് 1/2 കിലോ മീൻ അരിഞ്ഞ ചുവന്നുള്ളി. നമുക്ക് 1/2 കിലോ മീനല്ലേ ഉള്ളൂ. ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വാടി വന്നിട്ട് നമുക്ക് മുളക് പൊടി ഉപ്പൊക്കെ പിന്നെ ചേർക്കാം.
ഇത് ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ്. ആ, ഇതൊരു നമുക്കൊരു 2 സ്പൂണ് ചേർക്കാം. ഇത് റെഡ് ചില്ലിയാണ്. ഇത് നമുക്ക് 1 സ്പൂണും ചേർക്കാം. കാരണം നമ്മൾ കൊമ്പമുളക് ഇട്ടിട്ടുണ്ടോ? ആ, ഉള്ളതുകൊണ്ട് എരിവ് അത്യാവശ്യമുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമേ വേണം ഇത് വഴറ്റാൻ, അല്ലെങ്കിൽ വേഗമേ നേരം മാറിപ്പോവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. വെള്ളം ചാറിന് ആവശ്യത്തിനുള്ളത് ചേർത്തിട്ട് വേണം വെട്ടിത്തിളച്ച് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച മീൻ പെറുക്കിയിടാൻ. ഇനി വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഒന്ന് വെട്ടിത്തിളയ്ക്കണം. അപ്പോൾ ഒന്ന് വെട്ടിത്തിളച്ച് വരണം. അതുവരെ വെയിറ്റ് ചെയ്യണല്ലേ? അതുവരെ വെയിറ്റ്. കാക്കയൊക്കെ കരയുന്നുണ്ട്. അതെയോ? വിരുന്ന് വിളിക്കുന്ന ആരെങ്കിലും വരാനുണ്ടോ? കാക്ക എപ്പം വേണമെങ്കിലും വിരുന്നുകാർ നമുക്ക് വരാം. മിക്കവാറും തന്നെ എനിക്ക് വിരുന്നൊരുക്കാനേ നേരെ ഉള്ളൂ. അതെ. ആ, പിന്നെ അവരും കൂടെ സഹായിക്കും കേട്ടോ. അതെ, പിന്നെ സഹായിക്കും. ആരാ? മക്കളുടെ വീട്ടിൽ നിന്നൊക്കെയാണ് വരുന്നത്? വീട്ടിൽ നിന്ന് വരും. ആങ്ങളമാര്, അനിയത്തിമാര്, അവരൊക്കെ വരും. അങ്ങനെ എപ്പോഴും തന്നെ. പിന്നെ ഡാഡിയുടെ വീട്ടിൽ നിന്ന് അനിയന്, അവരൊക്കെ വരും. എപ്പോഴും ആൾക്കാരുണ്ടാകും. ഞാൻ ഫ്രീ ഇല്ലെന്ന് പറയാം. പിന്നെ എല്ലാവരും വിളിക്കും. കുറച്ച് ഫ്രീ കിട്ടുന്ന സമയത്ത് ഞങ്ങളും വരും. നിങ്ങളും വരും. അതെ. തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി മീൻ എടുത്തിടാം. ഇത് അമ്മച്ചി തന്നെയാണോ മീൻ പീസാക്കിയത്? അതെ. അല്ല, വെട്ടി മേടിക്കുന്നതല്ല. അല്ല, ഞാൻ ഒരു മീനും വെട്ടി മേടിക്കാറില്ല. അവര് ഉണ്ടല്ലോ, അവിടെ വെട്ടിക്കളഞ്ഞ് ഇവിടെയും വെട്ടിക്കളഞ്ഞ് കുറെ തലയൊക്കെ കുറെ ഇങ്ങ് മുറിച്ച് കളയും. പക്ഷെ തലയുടെ ഭാഗത്താണ് രുചിയുള്ളത്. ഞാൻ തന്നെ ഇത് വെട്ടി അവർ തന്നാലും നമുക്ക് ഒന്നുകൂടെ അതൊരു കഷണമാക്കാൻ പറ്റും. അവരൊരു കടമ നിർവഹിക്കുന്നല്ലോ. കോഴിയാണേലും എന്താണേലും അതെ. ഞാനത് കാരണം ഒരിക്കലും ഇറച്ചി കഷ്ണിച്ച് ഞാൻ മേടിക്കല. ഞാൻ വീട്ടിൽ ഒന്ന് കട്ട് ചെയ്തോളൂ. നമ്മുടെ അല്ലെങ്കിൽ അവരും കൊണ്ടുവന്ന പിന്നെ നമ്മളെല്ലാം എടുത്തിട്ട് തിരഞ്ഞ് വലുതേതാ ഇങ്ങനെ നോക്കിയെടുക്കണം. നമ്മുടെ ഇഷ്ടത്തിന് വെട്ടി മുറിച്ചെടുക്കും. ഞാനത് പിള്ളേർ മീൻ മേടിക്കാണെങ്കിലും ഞാൻ പറയും ഞാൻ കഷ്ണിച്ചെടുത്തോളാം. ഇറച്ചിയായാലും മീനായാലും ഞാൻ അങ്ങനെ പറയും. ഇത് ശരിക്കും നല്ല അലുവ പീസ് പോലെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതായത് നമ്മുടെ ഇഷ്ടത്തിന്. എനിക്ക് ഒത്തിരി വലിയ കഷ്ണങ്ങൾ നമുക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. കാരണം ഇതിൽ എരിവും ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കണമെങ്കിൽ പെട്ടെന്ന് പിടിക്കണം. എങ്കിൽ നമുക്ക് നല്ല ഒരു ഇടത്തരം കഷ്ണങ്ങളായിരിക്കണം. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. ഇതാണ് കൊടമ്പുളി ഇട്ട. നമുക്ക് കൊടമ്പുളി അതിലേക്ക് ഇടുന്നില്ല. പുളി ഇടുന്നുണ്ട്. കാരണം ഈ പുളി നമുക്ക് നല്ലപോലെ ആയി കഴിഞ്ഞ് പിടിച്ചൊക്കെ കഴിഞ്ഞ് നമുക്ക് പിറ്റേ ദിവസമൊക്കെ എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ. പിന്നെ മീനൊക്കെ ഒന്ന് വേകണം. നമുക്കൊരു സ്വല്പം ഉപ്പും കൂടെ ഉപ്പ് ചേർത്തേക്കാം. പുളിയും എരിവും എല്ലാം കൂടെ ഒന്നേ ആകണ്ടേ. അതെ. അപ്പം ഇനി കുറച്ച് സമയം വേണം മീനൊന്ന് വെന്ത് വരാൻ. കുറച്ച് സമയം വേണം അല്ലേ? നമുക്ക് അപ്പോൾ ആ സമയത്തൊരു പാട്ട് പാടിയാലോ? പാട്ട് പാടാം. നമുക്കൊരു കറിവേപ്പിലും കൂടി പിന്നെ തിളച്ച് വാങ്ങാൻ നേരത്ത് വരണം. കിട്ടണം. ഇപ്പം വെള്ളം കൂടെ വേണം. സ്വല്പം കൂടി വയ്ക്കാം. എല്ലാം ഓക്കെ. നമ്മൾ ഇത് വാങ്ങുന്ന സമയത്ത് ഇച്ചിരി ഉലുവാപ്പൊടിയും ചേർത്ത് കറിവേപ്പില ഒരെണ്ണം കൂടെ ഇട്ട് നമുക്കിത് വാങ്ങി വെച്ചാൽ മതി. പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിക്കുക. ഒന്നുകൂടെ രുചി. നമുക്കിന്ന് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് നമുക്ക് കാത്തിരിക്കാം ക്ഷമയോടെ. സമയത്ത് പാട്ട് പാടാം. അക്കൽ ദാമോദരൻ താഴ്വരയിൽ പണ്ടൊരിടയ പെൺകുഞ്ഞുണ്ടായിരുന്നു. അംഗവിഹീനയാമ മണിക്കുഞ്ഞിനു
മാതാപിതാക്കളില്ലായിരുന്നു. ശ്രീ തുളുമ്പും പൈതലിനെ ആരും കൈക്കൊണ്ടില്ല. മാമണിക്കുഞ്ഞിനു മാതാപിതാക്കളില്ലായിരുന്നു. നല്ല പാട്ടായിരുന്നു. നല്ല പാട്ടായിരുന്നു അല്ലേ? സിനിമ ഏതാന്ന് ചോദിച്ചാല് സിനിമയുടെ പേര് ഇനി അക്കൽദാമെന്നാണോന്നും എനിക്കറിയില്ല. ഇങ്ങനെ ഒരു പാട്ട് ഓർമ്മ കിടക്കുന്നേ ഉള്ളൂ. നല്ല പാട്ടാ. ഒരു ചിന്തിക്കാനുള്ള ഒരിത് ഒരു നല്ല പാട്ടാ. നമ്മുടെ കറി ആയിട്ടുണ്ടാവോ? കറി ആയി വരുന്നു. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇനി നമുക്ക് സ്വല്പം ഉലുവാപ്പൊടി ചേർക്കാം. ഉലുവ 2-3 ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്കൊരു സ്വല്പം കൂടി ഒരു മേമ്പൊടി പോലെ ഒരു ശകലം കൂടെ ചേർക്കുക. പൊടിച്ചതും കൂടെ ചേർത്തിട്ട് അതല്ലേ കുഴപ്പമില്ല, ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇതിൽ കറിവേപ്പില ഇട്ട് 1-2 ഇട്ടേക്കാം. കിടന്നോട്ടെ. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിലുവേ നമുക്കൊരിച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നതാണ് അതിൻ്റെ ഒരു കുറച്ച് മതി. ഇനിയിപ്പം ഓഫാക്കാം. ഓക്കെ, മീൻകറി റെഡി ആയിട്ടുണ്ട്. കുടംപുളി ഇട്ട കോട്ടയം സ്റ്റൈലിൽ മീൻകറി. കോട്ടയം സ്റ്റൈലിൽ ഞാൻ പറയുന്നു, ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. അതാ ഞാൻ കോട്ടയം സ്റ്റൈൽ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഒരു കോട്ടയം ജില്ലക്കാരിയല്ലേ, അടിപൊളി താമസിക്കുന്നെങ്കിലും അല്ലേ? മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറ് കഴിക്കാം. കപ്പയ്ക്കൊക്കെ നല്ലതായിരിക്കും. കപ്പയ്ക്ക് നല്ലതാ, കുഴപ്പമില്ല. ചക്കപ്പുഴുക്കനും ഇപ്പം നമുക്ക് ചോറിന് കൂട്ടാം. പിന്നെ ചക്കയ്ക്ക് നല്ലതാണ്. ചക്ക വേവിച്ചതും കപ്പ വേവിച്ചതും ഒക്കെ ഈ മീൻകറി ബെറ്ററാണ് ഇതിന് കൂട്ടാൻ. നമുക്കിപ്പോൾ ചോറ് കൂട്ടി കഴിക്കാം. ചോറ് നല്ല ചോറും ചൂട് കുത്തിരിച്ചോറും നല്ല മീൻകറി. ചാറ് നന്നായിട്ട് മുളക് കിട്ടോ? അതെല്ലേ, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, എല്ലാ ചേരുവകളും. ഇതിങ്ങനെ ആ കളറും മണമൊക്കെ തന്നെ വായിക്കടെ വെള്ളം വരുന്നുണ്ട്. അതെ ഉണ്ടല്ലേ. എന്തായാലും കഴിച്ചു നോക്കാം. ഇത് കഴിക്കുമ്പോഴേ ചൂടുണ്ട്. ഈ ചോറും ഈ ചാറും കൂടെ ഇങ്ങനെ കുഴക്കണം നന്നായിട്ട്. എന്നിട്ട് എന്നാ ചെയ്യണമെന്നറിയോ? ഒരു കഷ്ണം പൊളിച്ചെടുത്തിട്ട് അതിനകത്ത് വെക്കണം. ഇതിനകത്ത് വെക്കണം. എന്നിട്ട് ഇങ്ങനെ ആരും കാണാതെ എടുത്തിട്ട് വെച്ചിട്ട് അതങ്ങ് എടുത്തിട്ട് വയ കയറി കഴിഞ്ഞാൽ പിന്നെ ആരും കാണുകയല്ലോ അല്ലേ? അസാധ്യം കേട്ടോ. അതില്ലേ, ഗംഭീരം രുചി. അതാണ് കോട്ടയം സ്റ്റൈൽ മീൻകറിയുടെ പ്രത്യേകത. 100% തരാമോ? 100% തരാം. ഒന്നുകൂടെ തരുമോ? 101? വെച്ചോ, എന്നാലും കുഴപ്പമില്ല. അടിപൊളി മീൻകറിയാണ്. മോതാന്ന് പറഞ്ഞ മീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് നെയ്മീനും എല്ലാം ഉപയോഗിച്ച് നല്ലതാ കേട്ടോ. നല്ലതാ ഇങ്ങനെ കറി വെക്കാൻ. നല്ല പീസായിട്ട് നല്ല ഇറച്ചി പീസ് പോലെ ഇരിക്കുന്നു. അത് നല്ലതാ മോത ഇങ്ങനെ കറി വെക്കാൻ തന്നെ. തിന്നാനൊക്കെ നല്ലതാണ്. കൊമ്പമുളകിന് എരിവ് ഇഷ്ടമാണല്ലോ ഷിനോയ്ക്ക്. ഷിനോ ഒരുമാതിരി എരിവ് കൂട്ടുന്നു എനിക്ക് കണ്ടിട്ടുണ്ട് ഞാൻ. അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ മീനിനകത്ത് ഇടുന്ന മുളകുണ്ടല്ലോ, പിന്നെ അതിൻ്റെ ഒരു പ്രത്യേക രുചിയുണ്ട് അല്ലേ? കാരണം അതിൻ്റെ ഉപ്പും പുളിയും എരിവും എല്ലാം കൂടെ ഇതേ പിടിക്കുവാണ്.
ഇറച്ചിയുടെ പോലെയല്ല, ഇറച്ചി എന്ന് പറയുമ്പം നമ്മൾക്ക് ആ മീറ്റ് മസാലയുടെയും ഉള്ളിയുടെയൊക്കെ ഇതുള്ള ഇതെന്ന് പറഞ്ഞാൽ പുളി ചേരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത വേറൊന്നും. എന്തായാലും അടിപൊളി മീൻകറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കോട്ടയം സ്റ്റൈൽ കൊടമ്പുളി ഇട്ട മീൻകറി. അതെ, അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കണം അല്ലേ? എല്ലാവരും ഉണ്ടാക്കണം, പറയണം. അപ്പോൾ നമുക്ക് ഈ മീൻകറി വീഡിയോ ഇവിടെ നിർത്താം അല്ലേ? അപ്പോൾ എല്ലാവരും എന്നാ ചെയ്യേണ്ടതെന്ന് കൂടെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഈ മീൻകറി വെച്ച് അത് ടേസ്റ്റ് നോക്കിയിട്ട് കഴിച്ചിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒരു ഷെയറും ചെയ്യുക. എല്ലാവർക്കും അടുത്ത വീഡിയോ ആകുന്നതുവരെ എല്ലാവർക്കും ബൈ.